നമ്മൾ മുടി മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുള്ള കാര്യം തന്നെയല്ലേ. മുടി കുറവുള്ളവർക്ക് അത്രയില്ല, നമ്മൾക്ക് അതൊക്കെ അവരെയൊക്കെ നമ്മൾക്കും കൂടി വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. സ്ത്രീകളെ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് വളരെ വൈകാരിക വിഷയമാണ്. പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നല്ലോ. ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അതാണ് വിരോധാഭാസം. ഞങ്ങളുടെ എല്ലാം വോട്ട് കിട്ടി ജയിച്ചിട്ടില്ല ഈ കസേര വന്നിരിക്കുന്നത് ആണല്ലോ. അന്നേരം പിന്നെ എന്തിനാ ഇങ്ങനെ നമ്മളോട് ഈ ദുഷ്ടത കാണിക്കുന്നത്? നമ്മളെന്തെങ്കിലും ചെയ്തവരോട് എന്തിനാ അവർ ഇത് കാണിക്കുന്നതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. എല്ലാവരും ചോദിക്കുന്നത് എന്തോ ഇവരുടെ ഈ പോക്ക് എന്തൊരു പോക്കാന്ന് ജനം നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നത്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഇന്ന് 49-ാം ദിവസം പിന്നിടുകയാണ്. 50-ാം ദിവസം, അതായത് നാളെ ഇവർ സമരമുറ കടുപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇവർ മുടി മുറിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുവാൻ പോകുന്നത്. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എസ് മിനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഏറ്റവും കൂടുതൽ മുടിയുള്ള ഒരാളാണെന്ന് തോന്നുന്നു. ഈ മുടി നാളെ മുറിക്കുമോ? നാളെ മുറിക്കുകയാണ്. അത് ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ജന്മിത്ത കാലഘട്ടത്തിൽ കല്ലുമാല പറിച്ചെറിഞ്ഞുകൊണ്ടും മുലക്കരത്തിനെതിരെ മുല ഛേദിച്ചുകൊണ്ടും സമരം നടന്ന ചരിത്രമുള്ള നാടാണ് കേരളം. ഇവിടെ 50 ദിവസമായി സമരം പിന്നിടുകയാണ്. 232 രൂപയ്ക്ക് പണിയെടുത്താൽ അതിലൊരു 100 രൂപ പോലും അവശേഷിക്കാത്തൊരു സാഹചര്യത്തിൽ അങ്ങേയറ്റ അപമാനിതരായി അടിമപ്പണി ഓരോ സെൻറ്ററുകളിലും ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, കാരണം അധികാരികളുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന 232 പോലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത്ര തുച്ഛമായ വേതനത്തിൽ പണിയെടുക്കാൻ നിർബന്ധിതരായ സ്ത്രീകൾ വന്ന് 50 ദിവസമായി ഇവിടെ സമരം ചെയ്തിട്ടും അധികാരി വർഗത്തിൻ്റെ കണ്ണുറന്നിട്ടില്ല. ഇത് ആധുനിക ജനാധിപത്യ ലോകമാണ്. അവിടെയാണ് വന്ന് ഇങ്ങനെ ഒരു സമരം ചെയ്യേണ്ടി വരുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇതര ആളുകളെയും കൂടെ കേൾക്കുക എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ കേൾക്കുന്നില്ല. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ ആവശ്യപ്പെട്ടിട്ടും കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു സമരമാർഗം എടുക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇതൊരു ചരിത്രപരമായൊരു സമരം തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് മുടി. അപ്പോൾ ഈ ആറ്റുനോറ്റായിരിക്കും ഈ മുടിയെ നോക്കിയിട്ടുണ്ട്, കാരണം അത്രത്തോളം മുടിയുണ്ട്. കണ്ണു വെച്ചതല്ല എങ്കിലും ആ ഒരു മുടി മുറിക്കുന്നതിൽ സങ്കടമുണ്ടോ? സങ്കടമല്ല, ഒരു വിഷമമുണ്ട്. കാരണം നമുക്കിത് ചെയ്യേണ്ടി വരുന്നല്ലോ. കാരണം മുടികളെന്ന് പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ച്, സ്ത്രീകളെ മാത്രമല്ല നമ്മുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് വളരെ വൈകാരിക വിഷയമാണ്. പക്ഷേ അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി ഉഷ്ണതരംഗമാണ്, നിങ്ങൾ പുറത്തിറങ്ങരുത്, ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർക്കും മൃഗങ്ങൾക്കുള്ള പുതിയ നിർദ്ദേശങ്ങളെ കൊടുക്കും. പക്ഷേ 50 ദിവസമായിട്ട് ഈ തെരുവിലിരിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ഒരു പരിഗണനയില്ല. ആരോഗ്യ പ്രവർത്തകരാണ്, അവർക്ക് അസുഖബാധിതരാണ് ആളുകൾ. അതോടൊപ്പം ഇവിടെ ഈ 60 ദിവസം പിന്നിടുമ്പോൾ അതികഠിനമായ ചൂട് ധാരാളം ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞു. ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്നില്ല, അതാണ് വിരോധാഭാസം. ഒരു ഡോക്ടർ വരുന്നില്ല, പണി ചെയ്തതിൻ്റെ കൂലി കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവഗണിച്ച് നമ്മളെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അങ്ങനെ സാധിക്കില്ല. അത് പുതിയ സമരമുറകൾ തീർച്ചയായിട്ടും വരും. ഞങ്ങൾ പക്ഷേ ആക്രമണത്തിൻ്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കില്ല, ഞങ്ങൾ തീർച്ചപ്പെടുത്തിയിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഭരിക്കുന്ന പാർട്ടികളടക്കം സമരമെന്ന് പറഞ്ഞ് നമുക്ക് നിയമസഭയിലൊക്കെ കാണിച്ച് നമുക്കറിയാം. നമ്മൾ അത്തരത്തിലുള്ള ഒരു സമരമാർഗവും നമ്മൾ എടുത്തിട്ടില്ല. അതൊരു സമരമായിട്ട് പോലും ഞങ്ങൾ കാണുന്നില്ല. അത്തരം അക്രമ സംഭവങ്ങൾ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ തികച്ചും സമാധാനപരമായി ജനാധിപത്യപരമായിട്ടുള്ളൊരു സമരമാണ് ഞങ്ങൾ എടുത്തത്. എന്തായാലും ഈ അമ്മമാർ നാളെ ഈ മുടി മുറിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് സമാധാനപരമായ സമരമുറയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. മുടി എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി തന്നെയാണ് മലയാളികൾ കാണുന്നത്. എന്തായാലും ഈ സ്ത്രീകളെ സംബന്ധിച്ച് മുടി ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇവിടെ നിരവധി അമ്മമാരുണ്ട്. നാളെ മുടി മുറിക്കുമോ? നാളെ മുടി മുറിക്കണം എന്നാണ്. ഇത്രയും കാലമായിട്ട് ഇപ്പോൾ 49 ദിവസമായി ഇതുവരെ ഞങ്ങളോട് ഒന്ന് കരുണ കാണിക്കാതെ, ഇനി സമരത്തിൻ്റെ രീതി മാറിയാൽ തന്നെയെങ്കിലും ഞങ്ങളെ ഒന്ന് കരുണ കാണിച്ച് ഞങ്ങൾക്കിവിടെ ഒന്ന് കേൾക്കാൻ തന്നെയെങ്കിലുള്ള ഒരു ഇത് ഉണ്ടാവണേ എന്നാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. അതിന് വേണ്ടി വിഷമമുണ്ടോ മുടി മുറിക്കുന്നതിൽ? കാരണം മുടി ഒരു പ്രധാന ഘടകമാണല്ലോ. ഇല്ലേ, പിന്നെ നമ്മൾ മുടി മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിഷമമുള്ള കാര്യം തന്നെയല്ലേ. നമ്മൾക്ക് മുടി കുറവുള്ളവർക്ക് അത്രയില്ല, നമ്മൾക്ക് അതൊക്കെ അവരെയൊക്കെ നമ്മൾക്കും കൂടി വേണ്ടിയിട്ട് ഇത്രയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട്. വേഗം വരികയുമില്ല. നമ്മൾ ഇത്രയും പ്രായമായവരാണ്. എന്തായാലും മുടി മുറിച്ച് കഴിഞ്ഞാൽ ഇനി പെട്ടെന്ന് വരില്ല. ചെറുപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വരും. നമ്മൾക്ക് ഇനി എന്തായാലും അങ്ങനെ വരില്ല. മുടി മുറിക്കുന്നതിൽ ഉപരി നമ്മൾക്ക് ഈ ഒരു കാര്യത്തിനൊരു തീരുമാനമായില്ലല്ലോ. 49 ദിവസമായിട്ടും നമ്മളോട് ഒരു കരുണ എന്ന് പറയുന്നത് നമ്മളോട് ഇതുവരെ കാണിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമാണ്. എന്തായാലും 49 ദിവസമായിട്ടും ഇവരോട് കരുണ കാണിക്കാത്ത സർക്കാരിനെതിരെ അവർ പ്രതിഷേധിച്ചുകൊണ്ട് മുടി മുറിക്കുവാൻ വേണ്ടി പോവുകയാണ്. അമ്മ നാളെ മുടി മുറിക്കുന്നുണ്ടോ? മുടി മുറിക്കുന്നുണ്ട്. വിഷമമുണ്ടോ അമ്മ?
വിഷമമുണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് 10 പൈസ കിട്ടും. ഇപ്പം തന്നെ എനിക്കൊരു ആക്സിഡൻ്റ് ആയതുകൊണ്ട് കാലും ദേഹം മൊത്തം നീരാണ്. എങ്കിലും അത് വെച്ചാണ് നമ്മൾ ഈ ജോലിയിൽ ചെയ്യുന്നത്. പക്ഷേ അവർ ചെയ്യേണ്ട മുഖ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. എന്നാലേ നമുക്കതിന് ബെനിഫിറ്റ് ഉള്ളൂ. അതെല്ലാം എടുത്തു മാറ്റിയിട്ട് ഞങ്ങൾക്ക് ശമ്പളമായിട്ടുള്ളത് തരട്ടെ, അതാണ് നല്ലത്. ഈ മാനദണ്ഡങ്ങൾ എടുത്ത് മാറ്റട്ടെ. കാരണം ഇപ്പോൾ കൊണ്ടുവച്ചേക്കുന്ന ക്രൈറ്റീരിയ വേറൊരു ഇതായിട്ടാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇതെല്ലാം നടത്തിയിട്ടും എന്തോ ചെയ്താലും ഞങ്ങൾക്ക് പ്രയോജനമില്ല. ഞങ്ങളെന്തിനാ അംഗൻവാടിക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് ഒത്തുതീർപ്പാക്കി വിട്ടു. ഞങ്ങളോട് എന്തിനാ ഇത്ര ദുഷ്ടത കാണിക്കുന്നില്ല? ഞങ്ങളുടെ എല്ലാം വോട്ട് കിട്ടി ജയിച്ചിട്ടില്ല ഈ കസേര വന്നിരിക്കുന്നത് ആണല്ലോ. അന്നേരം പിന്നെ എന്തിനാ ഇങ്ങനെ നമ്മളോട് ഈ ദുഷ്ടത കാണിക്കുന്നത്? നമ്മളെന്തെങ്കിലും ചെയ്തവരോട് ഇനി അവർ നാളെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരല്ലേ? നാട്ടിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഒരു കിറ്റ് കൊണ്ട് ചെയ്യുമോ? ഏറിയായി ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഇവിടെ വന്ന് കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ചെന്ന് ഇരിക്കാതെ എന്തിനാണ് നിങ്ങൾ ഈ ജോലിക്ക് വരുന്നതെന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു കിറ്റ് കിട്ടുമ്പോൾ മാറുന്നതാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊരു കിറ്റല്ല, ഞങ്ങൾക്കുള്ള ജീവിതമാർഗ്ഗം. എൻ്റെ നല്ല പ്രായത്തിൽ ഇതിനകത്ത് ഇറങ്ങിയതാണ്. വയസ്സ് 60 ആവുന്നു. ഇനി എനിക്കൊരു ജോലി. അന്നേ നമ്മളൊരു കടയിൽ പോയി ചെന്ന് നിന്നായിരുന്നേലും ഇപ്പോൾ 10-20,000 രൂപ കിട്ടിയേനെ എന്നെ ബോണസും എല്ലാം കൂടെ നമുക്ക് ജീവിക്കാമായിരുന്നു. ഇനി നമ്മൾ എവിടെ പോയി ജീവിക്കും? എങ്ങനെ ജീവിക്കും? കാരണം എനിക്കന്ന് ഒരു വീട് പോലും ഇല്ല. അന്നേരം എന്നെപ്പോലുള്ള വയ്യാത്തവരും അല്ലാതെ അനാഥരും വീടില്ലാത്തവരൊക്കെ എത്രയോ പേര് ഇതിനകത്തുണ്ട്, സുഖമില്ലാത്തവരൊക്കെ. അതുകൊണ്ട് അത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്കുള്ളത് ന്യായമായിട്ടുള്ളത് ഞങ്ങളുടെ ജോലിയൊക്കെ പൊക്കോളാം. അതെന്താ അവർ ചെയ്യാത്തത്? എന്തിനാ അവർ ഇത് കാണിക്കുന്നതെന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. എല്ലാവരും ചോദിക്കുന്നത് എന്തോ ഇവരുടെ ഈ പോക്ക് എന്തൊരു പോക്കാണെന്നാണ് ജനം നാട്ടിലോട്ട് ഇറങ്ങുമ്പോൾ ചോദിക്കുന്നത്. എന്തായാലും അമ്മമാർ വളരെ വൈകാരികമായി തന്നെയാണ് സംസാരിക്കുന്നത്. കാരണം 49-ാം ദിവസം പിന്നിടുന്നു. നാളെ 50 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ അനുഭാവപൂർണമായ ഒരു നിലപാട് സ്വീകരിക്കുവാനോ അമ്മമാരെ അറിയിക്കാനോ ഇവരുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമെന്ന് പറയുന്നത്. അതേസമയം ഈ UDF ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾ അവരുടെ ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് താൽക്കാലികമായൊരു ആശ്വാസം തന്നെയാണ് ആശാവർക്കർമാരെ സംബന്ധിച്ച്. എന്തായാലും മുടി മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, അതായത് അവർ നിവൃത്തികേട് കൊണ്ടാണ്, ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവർ ഈ ഒരു സമരവുമായി നാളെ രംഗത്ത് വരാൻ പോകുന്നത്. നമുക്കറിയാം മുടി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്കൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് മുടി കൊഴിച്ചിൽ കൂടുതലായി തുടങ്ങിയത്. നമുക്കറിയാം ഒരു കോൺഫിഡൻസ് ഒക്കെ എല്ലാം തന്നെ ഒരു ഭാഗമായാണ് മുടി നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് എത്രമാത്രമാണ് ആ ഒരു മുടിയുടെ പ്രാധാന്യമെന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു മുടിയാണ് അവർ മുറിച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുവാൻ പോകുന്നത്. ഇങ്ങനെയെങ്കിലും സർക്കാർ കണ്ണു തുറക്കട്ടെ എന്നാണ് ആശാ വർക്കർമാർ ഒരുപോലെ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.